ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസർ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ഈ വിശുദ്ധമായ പുണ്യദിനം സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് നമുക്ക് നൽകുക. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ദൈവത്തിന്റെ സ്നേഹം? അത് നിരൂപാധികമായ സ്നേഹമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ്, പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹമാണ്, ഹൃദയപൂർവ്വം പൊറുക്കുന്ന, മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന, ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന കൃപയുടെ ബലമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ക്രിസ്തു മാത്രം ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും മനോഹരമായ പാഠമാണിത്. ക്രിസ്തു എങ്ങനെയാണ് ലോകത്തെ സ്നേഹിച്ചത്? അതറിയുവാൻ ക്രൂശിത രൂപത്തിലേക്ക് ഉറ്റുനോക്കിയാൽ മതി. കാൽവരി മലയുടെ പെരുമാറിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട്, സകല മുറിവുകളും നൊമ്പരങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, നമുക്കായി പിടഞ്ഞു മരിച്ചുകൊണ്ട് അവിടുന്ന് നമ്മോടുള്ള വലിയ സ്നേഹം പ്രകടമാക്കി. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തു ജീവൻ ബലിയായി നൽകി നമുക്ക് വേണ്ടി മരണപ്പെട്ടു. അവന്റെ മുറിവുകളാലാണ് നമുക്ക് സൗഖ്യവും രക്ഷയും ഉണ്ടായത്. ക്രിസ്തു മുറിവേറ്റതിനാലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. നമ്മെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു സ്വന്തം ജീവൻ നൽകി. ആ സ്നേഹത്തിന് അവിടുന്ന് വലിയ വില നൽകുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിന് ആരോടും പക്ഷപാതമില്ലാതെ എല്ലാവരും ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ നിലനിൽക്കണമെന്നും വിജാതീയരും സ്വജാതീയരും രക്ഷ പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും രക്ഷയാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സകല മനുഷ്യർക്കും ആ സ്നേഹം കൃപയും അനുഭവിക്കുവാൻ കാരണമാവുകയും വേണം. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു, അതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, ദൈവത്തിന്റെ സ്നേഹം പ്രഥമ സ്നേഹമാണ്, പരിപാവനമായ സ്നേഹമാണ്. ഈ ഭൂമിയിൽ മറ്റാർക്കും സ്നേഹിക്കാനും അംഗീകരിക്കുവാൻ കഴിയാത്തതിലും ഉപരിയായ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ബലം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നിറവും പ്രകാശമുണ്ടാകും. ദൈവത്തിന്റെ സന്തോഷം പൂർണ്ണമാകുവാനാണ് ക്രിസ്തു സ്വർഗീയ സത്യങ്ങൾ നമ്മെ അറിയിച്ചതെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. അതെ, നമ്മൾ ആരും
നിരാശയിലും അസ്വസ്ഥതയിലും വീണു പോകേണ്ടവരല്ല, ദൈവസ്നേഹത്തിന്റെ ബലത്തിൽ വീണ്ടെടുക്കപ്പെടേണ്ടവരാണ്. ക്രിസ്തു നമ്മെ വിളിക്കുന്ന പേര് സ്നേഹിതർ എന്നാണ്. അതെ, സ്നേഹത്തിന് കാരണമായവനാണ്. നമ്മൾ പാപികളെങ്കിലും ബലഹീനരെങ്കിലും ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. അവിടെ നമ്മെ നിരൂപാധികം സ്നേഹിക്കുകയും സ്നേഹത്തിന്റെ ബലം നമുക്ക് നൽകുകയും ചെയ്യുന്നു. ക്രിസ്തു ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്നേഹത്തെ തിരസ്കരിക്കാനാകുക? പാപം ചെയ്ത് അവന്റെ കൃപയിൽ നിന്ന് അകന്നു പോകാനാകുക? അവന്റെ വിളിയും ബലവും സ്വീകരിക്കാതിരിക്കാനാകുക? നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ ക്രിസ്തുവിന്റെ കൃപയിലേക്ക് തിരികെ വരാം. നമ്മെ നാം ആയിരിക്കുന്ന പോലെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം നമ്മെ സ്നേഹിതർ എന്ന് വിളിച്ചിരിക്കുന്നു. നമ്മൾ പാപികളെങ്കിലും ബലഹീനരെങ്കിലും അവന്റെ കൃപയിൽ നിന്ന് അകന്നു പോയവരെങ്കിലും ദൈവത്തിന് നമ്മെ ആവശ്യമുള്ളതിനാൽ ആ സ്നേഹവും കരുണയും കരുതലും നമ്മെ ഓരോ നിമിഷവും ബലപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുവിൻ, നിങ്ങൾക്കെല്ലാം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും ആ പരസ്പര സ്നേഹത്തിന്റെ ആഴത്തിൽ ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാനും ഈ ദിനം കൃപ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്നേഹം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് വേണ്ട ഏറ്റവും ലളിതമായ മാർഗം ദൈവം നമുക്ക് നൽകിയ കൽപ്പനകൾ പാലിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. ഈ ദിനം ദൈവത്തിന്റെ സ്നേഹം ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാനും ദൈവിക കൽപ്പനകൾ പാലിക്കുവാനുമുള്ള ആത്മീയ ബലം നൽകണമേ എന്ന് യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ